ആ വലിയ മൈതാനത്ത് തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകൾ ശ്വാസമടക്കിപ്പിടിച്ച് നിശബ്ദരായി നിൽക്കുകയായിരുന്നു. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ അവസാന രംഗമായിരുന്നു അവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നത്. ജോഫ്രിയുടെ ഹൃദയഭേദകമായ മരണരംഗം. സെർസിയെ അവതരിപ്പിക്കുന്ന ലേഡി ക്രെയിൻ തന്റെ ജീവനില്ലാത്ത മകന്റെ ശരീരം മടിയിൽ കിടത്തിക്കൊണ്ട് ആ തണുത്ത വേദിയിൽ മുട്ടുകുത്തിയിരിക്കുകയായിരുന്നു. ക്ലറൻസോ ആയിരുന്നു ആ മകന്റെ വേഷം ചെയ്തിരുന്നത്. ഒരു യഥാർത്ഥ അമ്മയുടെ സങ്കടം മുഴുവൻ ആവാഹിച്ചുകൊണ്ട് തന്റെ കണ്ണുകളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുള്ളികൾക്കിടയിലൂടെ ലേഡി ക്രെയിൻ സംസാരിക്കാൻ തുടങ്ങി. ചുറ്റുമുള്ള നിശബ്ദതയിൽ അവളുടെ ശബ്ദം ഒരു വിലാപം പോലെ മുഴങ്ങിക്കേട്ടു. എന്റെ മകനെ, എന്റെ ആദ്യത്തെ കൺമണി, എന്റെ കുഞ്ഞു രാജാവേ, നിശബ്ദനാകൂ. ദൈവങ്ങളുടെ ശബ്ദം കേൾക്കൂ, അവർ നിനക്കായി പാടുന്നു. ഇനി പോരാടേണ്ട എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ യുദ്ധങ്ങൾ അവസാനിച്ചു. ചെന്നായ്ക്കളെ കുഴിച്ചുമൂടി വ്യാജമാനുകളെ ഇല്ലാതാക്കി. നിന്റെ നീലക്കണ്ണുകൾ അടയ്ക്കുക എന്റെ സ്നേഹമേ. കിരീടം താഴെ വീഴട്ടെ. മുകളിലിരിക്കുന്ന പിതാവ് നിന്നെ അവന്റെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നു. 7ാം സ്വർഗ്ഗത്തിൽ ഞാൻ നിന്നെ വീണ്ടും കാണും. എന്നാൽ ഇപ്പോൾ എനിക്ക് പ്രതികാരം ചെയ്യണം. സെൻസയോടും സ്വന്തം രാജാവിനെ കൊന്ന എന്റെ സഹോദരനോടും. ഞാൻ അവനെ കൊല്ലും. എന്റെ ജീവൻ പോയാലും ശരി, 2 ആഴ്ചയോ 1 മാസമോ, അല്ലെങ്കിൽ എന്റെ ജീവൻ തന്നെയോ എടുത്താലും ഞാൻ അവനെ കൊല്ലും. ലേഡി ക്രെയിൻ വളരെ വേദനയോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു. ആ വാക്കുകൾ ആൾക്കൂട്ടത്തിന്റെ ഹൃദയത്തിലാണ് ചെന്ന് തറച്ചത്. പെട്ടെന്ന് ആ മൈതാനം മുഴുവൻ വലിയ കയ്യടികൾ കൊണ്ട് നിറഞ്ഞു. കാണികളുടെ ആവേശകരമായ പ്രതികരണം കണ്ട് ലേഡി ക്രെയിനും ക്ലറൻസോയും എഴുന്നേറ്റുനിന്ന് അവരെ വണങ്ങി. നാടകം കഴിഞ്ഞതിന്റെ ക്ഷീണം അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. അവൾ പതുക്കെ വേദിയുടെ പിന്നിലുള്ള ഇരുണ്ട ഇടനാഴിയിലൂടെ നടന്നു. പലവിധത്തിലുള്ള ചായങ്ങളുടെയും പഴയ വസ്ത്രങ്ങളുടെയും മണം അവിടെ നിറഞ്ഞുനിന്നിരുന്നു. അഭിനേതാക്കളുടെ വിശ്രമമുറിയിൽ എത്തിയ അവൾ തന്റെ വലിയ വിഗ്ഗു ഊരി മേശപ്പുറത്ത് വെച്ചു. തന്റെ കണ്ണുകളിലെ കണ്ണുനീരും ചായവും ഒരു തുണികൊണ്ട് തുടച്ചു മാറ്റുമ്പോൾ ആ മുഖത്ത് വല്ലാത്തൊരു ശൂന്യതയുണ്ടായിരുന്നു. ക്ഷീണം മാറ്റാനായി അവൾ തന്റെ റമ്മിന്റെ കുപ്പിയെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് മദ്യം പകരാൻ തുടങ്ങി. പെട്ടെന്നാണ് വസ്ത്രങ്ങൾ തൂക്കിയിട്ടിരിക്കുന്ന റാക്കിന് പിന്നിൽ നിന്നും ഒരു ചെറിയ അനക്കം അവൾ കേട്ടത്. അവൾ മദ്യം പകരുന്നതൊഴിവാക്കി പതുക്കെ എഴുന്നേറ്റു. പേടിയോടെയും സംശയത്തോടെയും അവൾ ആ റാക്കിനടുത്തേക്ക് നടന്നു. വസ്ത്രങ്ങൾ പതുക്കെ വകഞ്ഞുമാറ്റി നോക്കിയ അവളുടെ ഹൃദയം ഒരു നിമിഷം നിന്നുപോയി. അവിടെ തറയിൽ സ്വന്തം ചോരയിൽ കുളിച്ച് ആര്യ കിടക്കുന്നുണ്ടായിരുന്നു. അവളുടെ വയറ്റിൽ നിന്നും ധാരാളം രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. ബ്രാവോസിലെ ലേഡി ക്രെയിനിന്റെ ചെറിയ അപ്പാർട്ട്മെന്റിൽ സമയം വളരെ പതുക്കെയാണ് നീങ്ങിയിരുന്നത്. മുറിയുടെ മൂലയിൽ കത്തിച്ചുവെച്ചിരുന്ന ഒരു ചെറിയ മെഴുകുതിരിയുടെ മങ്ങിയ വെളിച്ചം മാത്രമേ അവിടെയുണ്ടായിരുന്നുള്ളൂ. മരുന്നുകളുടെയും തിളയ്ക്കുന്ന സൂപ്പിന്റെയും ഗന്ധം ആ മുറിയിൽ തങ്ങിനിന്നു. ഒരു ചെറിയ കിടക്കയിൽ വിളറിയ മുഖത്തോടെ ആര്യ കിടക്കുകയായിരുന്നു. അവളുടെ ശ്വാസോച്ഛ്വാസം വളരെ ദുർബലമായിരുന്നു. ലേഡി ക്രെയിൻ അവളുടെ അരികിലിരുന്നു. വളരെ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും ആ ആഴത്തിലുള്ള മുറിവുകൾ വൃത്തിയാക്കുകയും മരുന്ന് വെച്ചുകെട്ടുകയും ചെയ്യുകയായിരുന്നു. വേദന കടിച്ചമർത്തിക്കൊണ്ട് ആര്യ അവളുടെ മുഖത്തേക്ക് നോക്കി. നിങ്ങളിതിൽ വളരെ മിടുക്കിയാണല്ലോ. എവിടെ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്? ആര്യ വളരെ ക്ഷീണിച്ച ശബ്ദത്തിൽ ചോദിച്ചു. ലേഡി ക്രെയിൻ അവളുടെ ചോദ്യം കേട്ട് നേരിയതായി ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ പഴയകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മിന്നിമറഞ്ഞു. ഞാനൊരു അസൂയക്കാരിയായ സ്ത്രീയാണ്. എനിക്ക് എപ്പോഴും മോശം ആളുകളെയായിരുന്നു ഇഷ്ടം. അവർക്കും എന്നെ ഇഷ്ടമായിരുന്നു. അവർ രാത്രികളിൽ വേറെ ഏതെങ്കിലും സ്ത്രീകളുടെ പെർഫ്യൂമിന്റെ മണവുമായി വരും. ലേഡി ക്രെയിൻ പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വഴക്കിടും. ഞാൻ അവരെ കുത്തിപ്പരിക്കേൽപ്പിക്കും. പിന്നെ എനിക്ക് സങ്കടം വരും. അപ്പോൾ ഞാൻ തന്നെ അവരുടെ മുറിവുകൾ വെച്ചുകെട്ടും. അങ്ങനെയാണ് ഞാനിത് പഠിച്ചത്, അവൾ പറഞ്ഞു. മുറിവുകൾ ഉണ്ടാക്കാനും നിങ്ങൾ മിടുക്കിയാണല്ലോ, ആര്യ നേരിയ ചിരിയോടെ പറഞ്ഞു. നിങ്ങളെ കൊല്ലാൻ ആഗ്രഹിച്ച ആ നടിക്ക് എന്ത് സംഭവിച്ചു? ആര്യ വീണ്ടും ചോദിച്ചു. ബിയാങ്ക, ലേഡി ക്രെയിൻ അവളുടെ പേര് പറഞ്ഞു. അവൾ അടുക്കളയിൽ നിന്നും ഒരു പാത്രത്തിൽ ചൂടുള്ള സൂപ്പുമായി ആര്യയുടെ അടുത്തേക്ക് വന്നു. ഞാൻ അവളുടെ മുഖത്ത് ചെയ്ത കാര്യങ്ങൾ കാരണം അവൾക്ക് ഇനി അഭിനയിക്കാൻ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, ലേഡി ക്രെയിൻ വളരെ ഗൗരവത്തോടെ പറഞ്ഞു. അവൾ ആ സൂപ്പ് പാത്രം ആര്യയുടെ കൈകളിൽ കൊടുത്തു. ആര്യ അത് വാങ്ങി പതുക്കെ കുടിച്ചു നോക്കി. അതിന്റെ രുചി അത്ര നല്ലതായിരുന്നില്ല. അവൾ മുഖം ചുളിച്ചു. എനിക്ക് പാചകം ചെയ്യാൻ അറിയില്ല, പക്ഷെ നീ ഇത് കഴിക്കണം. ഞങ്ങളുടെ നാടക സംഘം ഉടൻ തന്നെ പെൻറ്റോസിലേക്ക് പോകും. നീയും ഞങ്ങളുടെ കൂടെ വരണം, ലേഡി ക്രെയിൻ വളരെ സ്നേഹത്തോടെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് കഴിയില്ല, ആര്യ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. എന്തുകൊണ്ട്? നിനക്കിതിൽ നല്ല കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല, ഞങ്ങൾക്ക് പുതിയ ഒരു നടിയെ ആവശ്യമുണ്ട്, ലേഡി ക്രെയിൻ വീണ്ടും ചോദിച്ചു. എനിക്ക് സംഭാഷണങ്ങളൊന്നും ഓർമ്മ വയ്ക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, ആര്യ ഒഴിവുകഴിവ് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ വരൂ. ഇവിടെ നിനക്കിനി എന്താണുള്ളത്? ലേഡി ക്രെയിൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. അവൾ എന്നെ അന്വേഷിക്കുന്ന കാലത്തോളം നിങ്ങൾ സുരക്ഷിതരായിരിക്കില്ല. ആര്യയുടെ ശബ്ദത്തിൽ വലിയ ഭയമുണ്ടായിരുന്നു. ആര്യ? ലേഡി ക്രെയിൻ സംശയത്തോടെ ചോദിച്ചു. അവൾക്ക് പേരില്ല, ആര്യ ശൂന്യതയിലേക്ക് നോക്കി പറഞ്ഞു. നീ എങ്ങോട്ടാണ് പോകുക? ലേഡി ക്രെയിൻ വിഷമത്തോടെ ചോദിച്ചു. എസോസ് കിഴക്കാണ്, വെസ്റ്ററോസ് പടിഞ്ഞാറാണ്. എന്നാൽ വെസ്റ്ററോസിന് പടിഞ്ഞാറെന്താണ്? ആര്യ ചോദിച്ചു. എനിക്കറിയില്ല, ലേഡി ക്രെയിൻ മറുപടി പറഞ്ഞു. ആർക്കും അറിയില്ല. അവിടെയാണ് ഭൂപടങ്ങൾ അവസാനിക്കുന്നത്. ആര്യാന്റെ കണ്ണുകളിൽ പുതിയൊരു ലോകം കണ്ടെത്താനുള്ള ആഗ്രഹം തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ലോകത്തിന്റെ അതിർത്തിയായിരിക്കാം, ലേഡി ക്രെയിൻ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കത് കാണണം.
ആര്യ പറഞ്ഞു. സംസാരിക്കുന്നതിനിടയിൽ മുറിവിന്റെ വേദന കാരണം അവൾ വല്ലാതെ പുളഞ്ഞു. ലേഡി ക്രേൻ പെട്ടെന്നെഴുന്നേറ്റ് ഒരു കുപ്പിയിൽ നിന്നും പാൽ പോലെയുള്ള വെളുത്ത ദ്രാവകം ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നു. അത് കാണാൻ വളരെ വിചിത്രമായിരുന്നു. അതെന്താണ്? ആര്യ സംശയത്തോടെ ചോദിച്ചു. മിൽക്ക് ഓഫ് ദ പോപ്പി. ലേഡി ക്രേൻ അത് ആര്യായ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്കത് വേണ്ട. ആര്യ നിർബന്ധം പിടിച്ചു പറഞ്ഞു. ഉറങ്ങിയാൽ മാത്രമേ നിന്റെ മുറിവുകൾ ഉണങ്ങുകയുള്ളൂ. എന്നെ വിശ്വസിക്കൂ, എന്റെ സൂപ്പ് നിന്നെ കൊന്നില്ലെങ്കിൽ പിന്നെ ഒന്നും നിന്നെ കൊല്ലില്ല. ലേഡി ക്രേൻ വളരെ സ്നേഹത്തോടെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു. ആര്യ ആ ഗ്ലാസ് വാങ്ങി ഒറ്റയടിക്ക് കുടിച്ചു തീർത്തു. അത് അവളുടെ തൊണ്ടയിലൂടെ ഇറങ്ങിയപ്പോൾ വല്ലാത്തൊരു മരവിപ്പ് അവൾക്കനുഭവപ്പെട്ടു. അവൾ പതുക്കെ കിടക്കയിലേക്ക് ചാഞ്ഞു. ലേഡി ക്രേൻ അവളെ ഒരു പുതപ്പുകൊണ്ട് മൂടി. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആര്യ ഗാഢമായ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ലേഡി ക്രേൻ അവളുടെ തലമുടിയിൽ പതുക്കെ തലോടുകയും മെഴുകുതിരി വെളിച്ചം കുറയ്ക്കുകയും ചെയ്തു. അതേസമയം വളരെ ദൂരെ റിവർലാൻഡ്സിലെ ഇരുണ്ട കാടുകളിൽ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. വലിയ മരങ്ങൾക്കിടയിലെ ഒരു ചെറിയ സ്ഥലത്ത് കത്തിജ്വലിക്കുന്ന ഒരു തീക്കുണ്ടത്തിനു ചുറ്റും 4 ആളുകൾ ഇരിക്കുകയായിരുന്നു. മൃഗങ്ങളെ ചുട്ടെടുക്കുന്നതിന്റെ ഗന്ധവും മദ്യത്തിന്റെ രൂക്ഷഗന്ധവും അവിടെ നിറഞ്ഞുനിന്നു. ആ സംഘത്തിൽ 2 ചെറുപ്പക്കാരും പ്രായമുള്ള 2 പേരുമുണ്ടായിരുന്നു. അതിൽ പ്രായമുള്ള ഗേറ്റിംഗ്സ് എന്നൊരാൾ വളരെ ആവേശത്തോടെ സംസാരിക്കുകയായിരുന്നു. അയാളുടെ മുഖത്ത് ക്രൂരതയും വൃത്തികേടും നിറഞ്ഞുനിന്നിരുന്നു. ഞാൻ പണ്ട് ചുംബിക്കാൻ വളരെ മിടുക്കനായിരുന്നു. നിങ്ങൾക്കത് ശരിയായി ചെയ്യാനറിയാമോ? ഗാറ്റിൻസ് ആ ചെറുപ്പക്കാരോട് ചോദിച്ചു. തീർച്ചയായും ഞങ്ങൾക്കറിയാം, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു. ഗാറ്റിൻസ് പതുക്കെ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് പോയി. വളരെ വികൃതമായ രീതിയിൽ അവൻ ഒരു സ്ത്രീയെ എങ്ങനെ സ്പർശിക്കണമെന്ന് കാണിച്ചുകൊടുത്തു. പെട്ടെന്ന് അവൻ തന്റെ കൈ ആ ചെറുപ്പക്കാരന്റെ വസ്ത്രത്തിനുള്ളിലേക്ക് കടത്തി അവനെ അപമാനിച്ചു. ആ ചെറുപ്പക്കാരൻ ഞെട്ടലോടെയും ദേഷ്യത്തോടെയും അവനെ തള്ളിമാറ്റി. ഇതുകണ്ട് മറ്റുള്ളവർ ഉറക്കെ ചിരിച്ചു. ആ ചെറുപ്പക്കാരൻ ദേഷ്യത്തോടെ എഴുന്നേറ്റ് നിന്നു വസ്ത്രങ്ങൾ ശരിയാക്കി. പെട്ടെന്ന് ആ ഇരുണ്ട കാടിന്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വലിയൊരു രൂപം അവിടേക്ക് നടന്നുവന്നു. അത് സാൻഡറായിരുന്നു. അവന്റെ നടത്തത്തിൽ വല്ലാത്തൊരു ഭീകരതയുണ്ടായിരുന്നു. മറ്റുള്ളവർ സാൻഡോറിനെ കണ്ട് ഭയന്നെഴുന്നേറ്റു നിന്നു. ആ ചെറുപ്പക്കാരൻ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ തിരിഞ്ഞു നോക്കിയതും സാൻഡോർ ഒരു വന്യമൃഗത്തെപ്പോലെ അലറിക്കൊണ്ട് തന്റെ മഴു വീശി അവന്റെ തല വെട്ടിമാറ്റി. രണ്ടാമത്തെ ചെറുപ്പക്കാരൻ പ്രതികരിക്കുന്നതിനു മുൻപ് തന്നെ മഴു അവന്റെ നെഞ്ചിലേക്ക് അതിശക്തമായി ആഴ്ന്നിറങ്ങി. പിന്നിൽ നിന്നും വാളുമായി വന്ന മൂന്നാമത്തെ ആളുടെ കഴുത്ത് അവൻ ഒരൊറ്റ വെട്ടിന് പിളർന്നു. അതിനുശേഷം അവൻ ഗാറ്റിൻസിന്റെ നേരെ തിരിഞ്ഞു. അവന് അനങ്ങാൻ പോലും കഴിയുന്നതിനു മുൻപ് സാൻഡോറിന്റെ മഴു അവന്റെ ശരീരത്തിൽ ഒരു വലിയ മുറിവുണ്ടാക്കി. രക്തം വാർന്ന് അവൻ വേദനയോടെ നിലത്തു വീണു. അവന്റെ അഹങ്കാരം മുഴുവൻ ആ നിമിഷം ഇല്ലാതായിരുന്നു. സാൻഡോർ അവന്റെ തലയിൽ പിടിച്ച് മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ ഒരു തുള്ളി കരുണ പോലുമില്ലായിരുന്നു. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച മറ്റവൻ എവിടെ? സാൻഡോർ വളരെ പരുക്കൻ ശബ്ദത്തിൽ ചോദിച്ചു. ഫക്ക് യു. ഗാറ്റിൻസ് വേദന കടിച്ചമർത്തിക്കൊണ്ട് ചോര തുപ്പിക്കൊണ്ട് പറഞ്ഞു. ഇതാണോ നിന്റെ അവസാന വാക്കുകൾ? ഇതിലും നല്ലത് നിനക്ക് പറയാൻ കഴിയും, സാൻഡോർ പുച്ഛത്തോടെ ചോദിച്ചു. അവൻ തന്റെ മഴുതലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി സർവ്വശക്തിയുമെടുത്ത് അവന്റെ ശരീരത്തിലേക്ക് ആഴ്ത്തിയിറക്കി. പിറ്റേന്ന് പകൽ ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ വെളിച്ചത്തിൽ മീറീനിലെ വലിയ മാർക്കറ്റിൽ ആളുകളുടെ ഒരു കടൽ തന്നെ ഉണ്ടായിരുന്നു. പല ദേശങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാരും സാധാരണക്കാരും അവിടെ തിങ്ങി നിറഞ്ഞിരുന്നു. കുതിരകളുടെ കുളമ്പടിയൊച്ചയും ആളുകളുടെ സംസാരവും കൊണ്ട് അവിടെ വലിയ ശബ്ദമുയർന്നു. ആ ജനക്കൂട്ടത്തിന് നടുവിലായി ഒരു ചുവന്ന വസ്ത്രം ധരിച്ച പുരോഹിത വാലീരിയൻ ഭാഷയിൽ ജനങ്ങളോട് വളരെ ആവേശത്തോടെ സംസാരിക്കുകയായിരുന്നു. തീയിൽ നിന്നും അവൾ ലോകത്തെ പുനർനിർമ്മിക്കാൻ വീണ്ടും ജനിച്ചു. ഡെനറിസ് പ്രകാശത്തിന്റെ രാജാവ് തന്റെ മക്കൾക്ക് നൽകിയ സമ്മാനമാണ്. നാം നമ്മുടെ രാജ്ഞിയെ സ്നേഹിച്ചാൽ ആർക്കും ഇനി നമ്മെ ചങ്ങലക്കിടാൻ കഴിയില്ല, അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ടീരിയനും വാരിസും ആ ജനക്കൂട്ടത്തിലൂടെ നടക്കുകയായിരുന്നു. ആ നഗരത്തിലെ മാറ്റങ്ങൾ കണ്ട് ടീരിയനിന്റെ മുഖത്ത് ഒരു വലിയ വിജയചിരിയുണ്ടായിരുന്നു. അവൻ തന്റെ തന്ത്രങ്ങൾ വിജയിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു. ഇതൊരു വലിയ വിജയമാണെന്ന് ഞാൻ പറയും, ടീരിയൻ വളരെ അഭിമാനത്തോടെ പറഞ്ഞു. അങ്ങനെയാണോ? വാരിസ് സംശയത്തോടെ ചോദിച്ചു. അവന്റെ മുഖത്ത് ഒരു ഭയം നിഴലിച്ചിരുന്നു. ചുറ്റും നോക്കൂ, നഗരം വീണ്ടും ജീവൻ വെച്ചിരിക്കുന്നു, ടീരിയൻ ചുറ്റും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ജനങ്ങൾ സ്വതന്ത്രരായി നടക്കുന്ന കാഴ്ച അവന് വലിയ ആശ്വാസം നൽകി. നിങ്ങൾ തീവ്രവാദികളുമായാണ് കരാറുണ്ടാക്കിയിരിക്കുന്നത്, വാരിസ് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞു. അതെ, പക്ഷെ അത് ഫലിച്ചു, ടീരിയൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് പറഞ്ഞു. അവർ നടന്ന് ആ നഗരത്തിന്റെ വലിയ കമാനത്തിന് മുന്നിലെത്തി. അവിടെ നിന്നും അതിവിശാലമായ കടൽ കാണാമായിരുന്നു. ഞാൻ നിങ്ങളെ മിസ് ചെയ്യും, ടീരിയൻ സങ്കടത്തോടെ പറഞ്ഞു. എനിക്കറിയാം, വാരിസ് ശാന്തമായി മറുപടി നൽകി. നിങ്ങളുടെ ഈ യാത്രയെക്കുറിച്ചുള്ള തീരുമാനം ശരിയായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ടീരിയൻ പറഞ്ഞു. ഞാൻ തിരികെ വന്നില്ലെങ്കിൽ എന്റെ തീരുമാനം തെറ്റായിരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം, വാരിസ് പറഞ്ഞു. നമുക്ക് വെസ്റ്ററോസിൽ സുഹൃത്തുക്കളെ ആവശ്യമുണ്ട്, കപ്പലുകളും. ഏറ്റവും പ്രധാനമായി നമുക്ക് നമ്മുടെ രാജ്ഞിയെ ആവശ്യമുണ്ട്. ടീരിയന്റെ ശബ്ദത്തിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അവൾ തിരികെ വരും, വന്നേ തീരൂ, വാരിസ് പറഞ്ഞു. അവൻ ടീരിയന്റെ തോളിൽ തട്ടി യാത്രാമൊഴി നൽകി തുറമുഖത്തേക്ക് നടന്നു. വലിയ കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്ന ആ തുറമുഖത്തേക്ക് അവൻ നടന്നു മറയുന്നത് ടീരിയൻ നോക്കിനിന്നു. ആ വലിയ നഗരത്തിൽ താൻ വീണ്ടും തനിച്ചായെന്ന് അവന് തോന്നി. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ കുള്ളൻ, അവൻ തന്നോട് തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതേസമയം റെഡ് കീപ്പിലെ കൽമതിലുകൾക്കുള്ളിൽ ശ്വാസം മുട്ടിക്കുന്ന ഒരന്തരീക്ഷമായിരുന്നു. സെർസി തന്റെ ഇരുണ്ട മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് മദ്യം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
പെട്ടെന്ന് വാതിലിൽ ഒരു മുട്ട് കേട്ടു. കൈബൺ അകത്തേക്ക് വന്നു. വാതിലിന് പുറത്ത് വലിയൊരു മല പോലെ ഭയാനകമായ രൂപത്തോടെ ഗ്രെഗോർ നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഇരുമ്പ് കവചത്തിന്റെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. നിങ്ങളുടെ അനുഗ്രഹമേ, ഫെയ്ത്ത് മിലിറ്റന്റിലെ ചില ആളുകൾ റെഡ് കീപ്പിൽ പ്രവേശിക്കാൻ അനുമതി നേടിയിട്ടുണ്ട്. കൈബൺ വളരെ ഭയത്തോടെ പറഞ്ഞു. അനുമതി നേടിയെന്നോ? അത് വളരെ മോശമായ ഒരു പ്രയോഗമാണല്ലോ, സെർസി ദേഷ്യത്തോടെ പറഞ്ഞു. രാജാവായ തന്റെ മകന്റെ അറിവോടെയാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വേഗത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. പടിക്കെട്ടുകൾക്ക് താഴെ ലാൻസലും അവന്റെ കൂട്ടാളികളും ആയുധങ്ങളുമായി നിൽപ്പുണ്ടായിരുന്നു. ഹൈ സെപ്റ്റൻ നിങ്ങളെ ഗ്രേറ്റ് സെപ്റ്റ് ഓഫ് ബേലറിൽ വെച്ച് കാണാൻ ആഗ്രഹിക്കുന്നു, ലാൻസൽ വളരെ അധികാരത്തോടെ പറഞ്ഞു. അദ്ദേഹത്തിന് എന്നെ ഇവിടെ വന്ന് കാണാവുന്നതാണ്, സെർസി തന്റെ നിലപാടിൽ ഉറച്ചുനിന്നുകൊണ്ട് പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ അല്പം പോലും ഭയമുണ്ടായിരുന്നില്ല. ഇതൊരു അഭ്യർത്ഥനയല്ല, ലാൻസൽ വീണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. പുറത്തു പോകൂ, സെർസി ദേഷ്യത്തോടെ ആജ്ഞാപിച്ചു. ലാൻസൽ തന്റെ ആളുകൾക്ക് ആംഗ്യം കാണിച്ചു. സെർസി ഒരു വിജയചിരിയോടെ അവരെ നോക്കി. ഹൈ സെപ്റ്റനോട് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാമെന്ന് പറയുക, അവൾ പരിഹാസത്തോടെ പറഞ്ഞു. റിവറണ്ണിന്റെ പുറത്ത് വിശാലമായ പുൽത്തകിടികളിൽ വലിയൊരു സൈനിക ക്യാമ്പ് ഉയർന്നു നിന്നിരുന്നു. ദൂരെ നിന്നും കുതിരപ്പുറത്ത് ബ്രിയന്നും പോഡ്രിക്കും അവിടേക്ക് വന്നു. ആ വലിയ കോട്ടയും അതിനു ചുറ്റുമുള്ള ഉപരോധവും അവർ നോക്കിനിന്നു. പെട്ടെന്ന് കുതിരപ്പുറത്ത് വന്ന കുറച്ച് സൈനികർ അവരെ വളഞ്ഞു. എന്റെ പേര് ബ്രിയൻ ഓഫ് ടാർത്ത്. എനിക്ക് സർ ജെയ്മെ ലാനിസ്റ്ററിനോട് സംസാരിക്കണം. എന്റെ പക്കൽ അദ്ദേഹത്തിന്റെ വാളുണ്ടെന്ന് പറയുക. ബ്രിയൻ യാതൊരു ഭയവുമില്ലാതെ ധൈര്യത്തോടെ പറഞ്ഞു. ക്യാമ്പിനുള്ളിൽ പോഡ്രിക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കൗതുകത്തോടെ നോക്കിക്കാണുകയായിരുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരാൾ അവന്റെ കഴുത്തിൽ ഇറുകെ പിടിച്ചു. ശ്വാസം കിട്ടാതെ അവൻ പിടഞ്ഞു. അത് ബ്രോണായിരുന്നു. അവൻ പോഡ്രിക്കിനെ വിട്ടയച്ചതിനുശേഷം ഉറക്കെ ചിരിച്ചു. അവൻ പോഡ്രിക്കിനെ കളിയാക്കുകയും യുദ്ധത്തിന്റെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എല്ലാവരും നിന്നെ അടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം, ബ്രോൺ അവനെ ഓർമ്മിപ്പിച്ചു. ജൈമേന്റെ ഇരുണ്ടതും വിശാലവുമായ ടെന്റിനുള്ളിൽ അവർ ഇരുവരും പരസ്പരം നോക്കിനിന്നു. പഴയകാല ഓർമ്മകൾ അവർക്കിടയിലൂടെ കടന്നുപോയി. നീ അവളെ കണ്ടുപിടിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. സെൻസ മരിച്ചുവെന്നാണ് ഞാൻ കരുതിയത്, ജെയ്മെ സംശയത്തോടെ പറഞ്ഞു. അവർക്കിടയിലെ സംസാരം പെട്ടെന്നു മാറി. റിവർ റൺ തിരിച്ചുപിടിക്കാൻ ജെയ്മേയ്ക്ക് കൽപ്പനയുണ്ട്. എന്നാൽ ബ്രിൻഡൻ എന്ന ബ്ലാക്ക്ഫിഷ് ആ കോട്ട വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ചോരചൊരിച്ചിലില്ലാതെ കോട്ട പിടിച്ചെടുക്കാൻ താൻ ബ്രിൻഡനോട് സംസാരിക്കാമെന്ന് അവൾ വാഗ്ദാനം ചെയ്തു. അതിനു പകരമായി തുള്ളി സൈന്യത്തെ സുരക്ഷിതമായി വടക്കോട്ട് പോകാൻ അനുവദിക്കണമെന്നും അവൾ ആവശ്യപ്പെട്ടു. നിനക്ക് രാത്രി വരെ സമയമുണ്ട്, ജെയ്മെ സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു. ബ്രിയൻ തന്റെ അരയിൽ നിന്നും സ്വർണ്ണ നിറത്തിലുള്ള പിടിത്തമുള്ള ഓത്ത് കീപ്പർ എന്ന വാളെടുത്ത് ജെയ്മയ്ക്ക് നേരെ നീട്ടി. നിങ്ങളിത് എനിക്കൊരു ലക്ഷ്യത്തിനുവേണ്ടി തന്നതാണ്, ഞാൻ ആ ലക്ഷ്യം നേടിയിരിക്കുന്നു, അവൾ പറഞ്ഞു. അത് നിന്റേതാണ്, എക്കാലത്തും അത് നിന്റേതായിരിക്കും. ജെയ്മെ അത് നിരസിച്ചുകൊണ്ടു സ്നേഹത്തോടെ പറഞ്ഞു. ഒരു കാര്യം കൂടി സേർ ജെയ്മെ, ഞാൻ പരാജയപ്പെടുകയും നിങ്ങൾ കോട്ട ആക്രമിക്കുകയും ചെയ്താൽ സാൻസായുടെ ആളുകൾക്കുവേണ്ടി പോരാടാൻ എന്റെ കടമ എന്നെ നിർബന്ധിക്കുന്നു. നിങ്ങളോട് പോരാടാൻ, അവൾ വളരെ വേദനയോടെ പറഞ്ഞു. രണ്ടുപേരും ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കിനിന്നു. അവൾ തിരിഞ്ഞു പുറത്തേക്ക് നടന്നു. റിവർ റണ്ണിന്റെ വലിയ കൽമതിലുകൾക്ക് മുകളിലൂടെ നടക്കുമ്പോൾ ബ്രിൻഡൻ വളരെ ദേഷ്യത്തിലായിരുന്നു. ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു. ബ്രിയൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഒന്നും കേൾക്കാൻ തയ്യാറായില്ല. സാൻസായുടെ കത്ത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പരുക്കൻ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിടർന്നു. അവൾ തന്റെ അമ്മയെപ്പോലെ തന്നെയാണെന്ന് അദ്ദേഹം ഓർത്തു. എന്നാൽ തന്റെ പിതാമഹന്മാരുടെ കോട്ട വിട്ടുപോകാൻ അദ്ദേഹം തയ്യാറായില്ല. മേസ്റ്ററിനെ കണ്ടുപിടിക്കൂ, നമുക്ക് സാൻസായ്ക്ക് ഒരു കാക്കയെ അയക്കണം, ബ്രിയൻ വലിയ നിരാശയോടെ പോഡ്രിക്കിനോട് പറഞ്ഞു. ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയുക. അവളുടെ ശബ്ദം ഇടറിയിരുന്നു. റെഡ് കീപ്പിലെ വലിയ സിംഹാസനമുറി വളരെ വിശാലവും ശബ്ദം മുഴങ്ങുന്നതുമായിരുന്നു. അവിടെ പ്രഭുക്കന്മാർ തിങ്ങി നിറഞ്ഞു നിന്നിരുന്നു. സെർസി തന്റെ സംരക്ഷകരുമായി വളരെ ഗാംഭീര്യത്തോടെ അവിടേക്ക് നടന്നുവന്നു. എന്നാൽ അവൾക്ക് സിംഹാസനത്തിന് അടുത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. കേവൻ അവളെ തടഞ്ഞു നിർത്തി. രാജാവായ ടോമൻ സിംഹാസനത്തിൽ കയറിയിരുന്നു. അവന്റെ മുഖത്ത് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ഭാവമുണ്ടായിരുന്നു. 7 രാജ്യങ്ങളിലും ഇനിമുതൽ പോരാട്ടത്തിലൂടെയുള്ള വിചാരണ നിരോധിച്ചിരിക്കുന്നു. ടോമനിന്റെ പ്രഖ്യാപനം ആ മുറിയിൽ മുഴങ്ങിക്കേട്ടു. ആ വാക്കുകൾ സെർസിയുടെ തലയിൽ ഇടുത്തി പോലെയാണ് വീണത്. അവളുടെ ഒരേയൊരു രക്ഷാമാർഗമാണ് മകൻ തന്നെ ഇല്ലാതാക്കിയത്. അവൾ വല്ലാതെ തളർന്നുപോയി. അവൻ അവിടെ നിന്നും പോയതിനുശേഷം കൈബൺ അവളുടെ അടുത്തേക്ക് വന്ന് പതുക്കെ മന്ത്രിച്ചു. നിങ്ങളുടെ അനുഗ്രഹമേ, ആ പഴയ കിംവദന്തി. എന്റെ ചെറിയ പക്ഷികൾ അതന്വേഷിച്ചു, അവൻ വളരെ രഹസ്യമായി പറഞ്ഞു. എന്നിട്ട് അത് വെറുമൊരു കിംവദന്തിയായിരുന്നോ, അതോ അതിൽ കൂടുതലെന്തെങ്കിലുമുണ്ടോ? സെർസി വലിയ ആകാംക്ഷയോടെ ചോദിച്ചു. കൂടുതലുണ്ട്, അതിൽ കൂടുതൽ,
കൈബണിന്റെ കണ്ണുകളിൽ ഒരു ഭയം കലർന്ന തിളക്കമുണ്ടായിരുന്നു. സെർസിയുടെ മുഖത്ത് ഒരു പുതിയ പ്രതീക്ഷയുടെയും പ്രതികാരത്തിന്റെയും ചിരി വിടർന്നു. മീരീനിലെ വലിയ പിരമിഡിനുള്ളിലെ മുറിയിൽ ഒരിക്കലും മദ്യം കഴിക്കാത്ത ആ സൈനികന്റെ മുഖത്ത് വിചിത്രമായ ഭാവങ്ങൾ മിന്നിമറഞ്ഞു. ടിരിയൻ അവരെ നിർബന്ധിച്ച് തമാശകൾ പറയിപ്പിച്ചു. മിസൻഡൈ വളരെ മോശമായ ഒരു തമാശ പറഞ്ഞു. എങ്കിലും അവർ ചിരിച്ചു. ആ സന്തോഷം അധികനേരം നീണ്ടുനിന്നില്ല. പെട്ടെന്ന് നഗരത്തിലാകെ അപായമണികൾ മുഴങ്ങി. നഗരത്തിനു നേരെ വലിയ ആക്രമണം തുടങ്ങിയിരിക്കുന്നു. മാസ്റ്റേഴ്സിന്റെ വലിയ കപ്പലുകൾ നഗരത്തിനു നേരെ തീഗോളങ്ങൾ എറിഞ്ഞുകൊണ്ടിരുന്നു. ആകാശമാകെ തീയും പുകയും നിറഞ്ഞു. ഗ്രേവറും സൈന്യത്തെ പിരമിഡിനുള്ളിൽ തന്നെ പ്രതിരോധത്തിനായി നിർത്താൻ തീരുമാനിച്ചു. പെട്ടെന്ന് പിരമിഡിന്റെ മുകളിൽ വലിയൊരു ശബ്ദം കേട്ടു. റിവർ റണ്ണിലെ ക്യാമ്പിൽ ഒരു ഇരുണ്ട ടെന്റിനുള്ളിൽ എഡ്മറിനെ ഒരു തൂണിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ജയ്മേ അവന്റെ മുന്നിൽ വന്നു നിന്നു. അവനെ മാനസികമായി പൂർണ്ണമായും തളർത്തുകയായിരുന്നു ജയ്മേന്റെ ലക്ഷ്യം. താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തന്റെ കുഞ്ഞിനെയും ഭാര്യയെയും ഓർമ്മിപ്പിച്ച് ജയ്മേ അവനെ ഭയപ്പെടുത്തി. എനിക്ക് സെർസിയെ ജീവനാണ്. അവൾക്ക് എന്നെ ആവശ്യമുണ്ട്. അവളിലേക്ക് തിരികെ പോകാൻ എനിക്ക് ഈ കോട്ട പിടിച്ചെടുത്തേ മതിയാകൂ. അതിനുവേണ്ടി ജീവിച്ചിരിക്കുന്ന എല്ലാ ടെല്ലികളെയും എനിക്ക് കൊല്ലേണ്ടി വന്നാലും ഞാനത് ചെയ്യും. നിന്റെ കുഞ്ഞിനെ ഞാൻ വലിയൊരു യന്ത്രം ഉപയോഗിച്ച് കോട്ടയിലേക്ക് വലിച്ചെറിയും. ജയ്മേന്റെ വാക്കുകൾ വളരെ ക്രൂരമായിരുന്നു. ആ ഭീഷണിക്കു മുന്നിൽ എഡ്മ്യൂർ പൂർണ്ണമായും തോറ്റുപോയി. അന്ന് രാത്രിയുടെ ഇരുട്ടിൽ അവൻ കോട്ടയുടെ വാതിലിനു മുന്നിൽ ഒരു പന്തവുമായി ചെന്നു നിന്നു. ബ്രിൻഡൻ തടയാൻ പരമാവധി ശ്രമിച്ചിട്ടും തന്റെ അധികാരമുപയോഗിച്ച് എഡ്മ്യൂർ കോട്ടയുടെ വലിയ മരവാതിലുകൾ തുറപ്പിച്ചു. ലാനിസ്റ്റർ സൈന്യം യാതൊരു എതിർപ്പുമില്ലാതെ കോട്ടയിലേക്ക് ഇരച്ചുകയറി. ആയുധം താഴെ വയ്ക്കാൻ സൈനികർക്ക് കൽപ്പന ലഭിച്ചു. ബ്രിൻഡനെ പിടികൂടാൻ എഡ്മ്യൂർ വേദനയോടെ ഉത്തരവിട്ടു. കോട്ടയുടെ പിൻവാതിലിലൂടെ നദിയിലേക്ക് ഒരു ചെറിയ വള്ളം കിടപ്പുണ്ടായിരുന്നു. നദിയുടെ ഒഴുക്കിന് വലിയ ശബ്ദമുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ വരൂ, അവൾ ബ്രിൻഡനോട് അപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അദ്ദേഹം തയ്യാറായില്ല. തന്റെ പഴയ വാളൂരി പിടിച്ച് അദ്ദേഹം അവസാനത്തെ പോരാട്ടത്തിനായി ശത്രുക്കൾക്ക് നേരെ നടന്നുപോയി. കോട്ടയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് ജയ്മേ നദിയിലൂടെ അകന്നുപോകുന്ന വള്ളം കണ്ടു. ഇരുട്ടിൽ ബ്രിയൻ അദ്ദേഹത്തെ തിരിഞ്ഞുനോക്കി. ജയ്മേ അവൾക്ക് നേരെ കൈവീശി. യാതൊരു ശബ്ദവുമില്ലാതെ അവളും തിരികെ കൈവീശി. അതൊരു വലിയ വിടവാങ്ങലായിരുന്നു. റിവർലാൻഡ്സിലെ മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ സാൻഡോർ ദൂരെ നിന്നും ആളുകളുടെ ശബ്ദം കേട്ടു. അവൻ അവിടേക്ക് നടന്നു ചെന്നപ്പോൾ ബെറിക്നെയും തോറോസിനെയും കണ്ടുമുട്ടി. അവർ 3 പേരെ കഴുത്തിൽ കയറിട്ട് കെട്ടിത്തൂക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. തന്റെ സുഹൃത്തിനെ കൊന്നവരാണ് അവരെന്ന് മനസ്സിലാക്കിയ സാൻഡോർ അതിൽ 2 പേരെ തനിക്ക് വിട്ടുനൽകാൻ ആവശ്യപ്പെട്ടു. അവർ സമ്മതിച്ചപ്പോൾ അവൻ യാതൊരു ദയയുമില്ലാതെ അവരെ കൊലപ്പെടുത്തി. അവൻ ലെമ്മിന്റെ ബൂട്ട് അഴിച്ചെടുത്ത് സ്വന്തം കാലിലിട്ടു. പിന്നീടവർ ഒരു ചെറിയ തീക്കുണ്ടത്തിനു ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിച്ചു. വടക്കുനിന്നും വരുന്ന വലിയ അപകടത്തെക്കുറിച്ചും തണുത്ത കാറ്റിനെക്കുറിച്ചും ബെറിക് അവനോട് സംസാരിച്ചു. ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത അവർ അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അതേസമയം ബ്രാവോസിൽ ഒരു ദുരന്തം നടക്കുകയായിരുന്നു. ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ഞെട്ടിയുണർന്ന ആര്യ കണ്ടത് അവളുടെ രക്തം മരവിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. തന്നെ സ്വന്തം കുഞ്ഞിനെപ്പോലെ നോക്കിയ ലേഡി ക്രെയിൻ ഒരു കസേരയ്ക്ക് മുകളിൽ രക്തത്തിൽ കുളിച്ച് മരിച്ചുകിടക്കുന്നു. അടുത്ത മുറിയിൽ കൊലക്കത്തിയുമായി വെയ്ഫ് നിൽപ്പുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ യാതൊരു ഭാവവുമില്ലായിരുന്നു. ആര്യയുടെ സിരകളിൽ ഭയം ഇരച്ചുകയറി. ഒരു നിമിഷം പോലും വൈകാതെ അവൾ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് ചാടി. റോഡിൽ വീണ അവളുടെ ശരീരത്തിൽ വല്ലാത്ത വേദനയുണ്ടായി. അവളുടെ മുറിവുകളിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. അവൾക്കെഴുന്നേൽക്കാൻ പോലും ശക്തിയുണ്ടായിരുന്നില്ല. എന്നാലും തന്റെ അവസാനത്തെ ശക്തിയുമെടുത്ത് അവൾ ഇരുണ്ട ഒരു ചെറിയ മുറിയിലേക്ക് കയറി. അവളുടെ രക്തത്തുള്ളികൾ പിന്തുടർന്ന് വെയ്ഫ് ആ മുറിയിലെത്തി വാതിലടച്ചു. കയ്യിൽ തിളങ്ങുന്ന മൂർച്ചയേറിയ കത്തിയുമായി അവൾ ആര്യാന്റെ അടുത്തേക്ക് വന്നു. എല്ലാം ഉടൻ അവസാനിക്കും. മുട്ടുകുത്തി നിൽക്കുന്നോ അതോ കാലിൽ നിൽക്കുന്നോ? വെയ്ഫ് വലിയ പരിഹാസത്തോടെ ചോദിച്ചു. ആര്യ തന്റെ പുതപ്പിനടിയിൽ ഒളിപ്പിച്ചുവെച്ചിരുന്ന തന്റെ സ്വന്തം വാളായ നീഡിൽ പുറത്തെടുത്തു. ഇതുകൊണ്ട് നിനക്ക് ഒരു പ്രയോജനവുമില്ല, വെയ്ഫ് മുന്നോട്ട് ആഞ്ഞുകൊണ്ടു പറഞ്ഞു. ആര്യ തന്റെ വാൾ അവളുടെ മുഖത്തിന് നേരെ
ഹൗസ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ വലിയ കൽമണ്ഡപത്തിലൂടെ ജാക്കേൻ പതുക്കെ നടക്കുകയായിരുന്നു. തറയിൽ വലിയ രക്തത്തുള്ളികൾ കണ്ട അദ്ദേഹം അത് പിന്തുടർന്ന് ആയിരക്കണക്കിന് മുഖങ്ങൾ വെച്ചിരിക്കുന്ന വലിയ അറയിലെത്തി. അവിടെ ഒരു വലിയ തൂണിൽ വെയ്ഫിന്റെ രക്തം പുരണ്ട മുഖം വെച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ തുറന്നിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നും ആര്യയുടെ ശബ്ദം കേട്ടു. നിങ്ങൾ അവളോടെന്നെ കൊല്ലാൻ പറഞ്ഞു. അവൾ തന്റെ വാൾ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. ജാക്കേൻ പതുക്കെ തിരിഞ്ഞുനോക്കി. ആ വാളിന്റെ മൂർച്ചയേറിയ തുമ്പിലേക്ക് തന്റെ നെഞ്ചുവെച്ചുകൊണ്ട് അദ്ദേഹം ശാന്തമായി പറഞ്ഞു, അതെ, പക്ഷേ നീ ഇവിടെയുണ്ട്. അവൾ അവിടെയും. ഒടുവിൽ ഒരു പെൺകുട്ടി ആരുമല്ലാതായിരിക്കുന്നു. ആര്യയുടെ കണ്ണുകളിൽ അസാമാന്യമായ ധൈര്യമുണ്ടായിരുന്നു. അവൾ വാൾ താഴ്ത്തി. അവൾക്ക് താൻ ആരാണെന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടിരുന്നു. ഒരു പെൺകുട്ടി വിന്റർഫെല്ലിലെ ആര്യ സ്റ്റാർക്കാണ്. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു, അവൾ വളരെ ഉറക്കെ പ്രഖ്യാപിച്ചു. ജാക്കേനിന്റെ ചുണ്ടുകളിൽ നേരിയ ഒരു പുഞ്ചിരി വിടർന്നു. അവൾ പഠിക്കേണ്ടതെല്ലാം പഠിച്ചുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആര്യ തിരിഞ്ഞ് ആ വലിയ വാതിലിലൂടെ പുറത്തേക്ക് നടന്നു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്, തന്റെ സ്വന്തം നാട്ടിലേക്ക്. ആ നിമിഷം അവളുടെ ഉള്ളിൽ യാതൊരു ഭയവുമില്ലായിരുന്നു. പുതിയൊരു പോരാട്ടത്തിനായി അവൾ തയ്യാറെടുക്കുകയായിരുന്നു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.